ജീവിതത്തിൽ അത്ഭുതങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? 12 എന്ന സംഖ്യ നിങ്ങളുടെ മുന്നിൽ തെളിയുമ്പോൾ അതൊരു സാധാരണ കാഴ്ചയല്ല. അതിനു പിന്നിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ അതിന്റെ ഊർജം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി മാറ്റാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ സാധാരണയായി കാണുന്ന 12 എന്ന സംഖ്യ പ്രപഞ്ചം നമുക്ക് നൽകുന്ന ഒരു സൂചനയാണ്. സംഖ്യാശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ ഇത് 1+2 ആണ്. പക്ഷേ നമ്മൾ ഈ രീതിയിൽ നമ്മൾ കാണുമ്പോൾ 1 എന്നത് പുതിയ ആരംഭങ്ങളെയും അവസരങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. 2 എന്നത് വിശ്വാസം, സന്തുലിതാവസ്ഥ, സഹകരണം എന്നിവയുടെ പ്രതീകമാണ്. അതുകൊണ്ട് 12 എന്നത് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിനക്കായി ഒരുക്കിയ ഒരു അത്ഭുതം വരാൻ പോവുകയാണ്, നീ അതിനായി തയ്യാറാവുക എന്ന് തന്നെയാണ്. നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് 12 എന്നത്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഇങ്ങനെയാണ്: 21 ദിവസം നിങ്ങളുടെ മോതിര വിരലില് 12 എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം ഇതിനകം സംഭവിച്ചു എന്ന് മനസ്സിൽ സങ്കല്പിക്കുക. ഈ രീതി വളരെ വേഗത്തിൽ വൈറലായിട്ടുണ്ട്. കാരണം അതിൽ വിശ്വാസവും ആവർത്തനവും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഒരു യഥാർത്ഥ ആത്മാവിൽ നിന്നുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു സോൾഫുൾ ഷിഫ്റ്റ് ആണ് വേണ്ടതെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു രീതി കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കും. ഈ രീതിക്ക് 3 ലളിതമായ ഘട്ടങ്ങളാണുള്ളത്. ഇത് നിങ്ങളുടെ ഊർജത്തെ പ്രപഞ്ചവുമായി ശരിയായ രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഇത് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് രാവിലെ ഉറക്കമുണർന്ന ഉടൻ 12 തവണ ഒന്നുകിൽ നിങ്ങൾക്ക് കണ്ണാടിയുടെ മുന്നിൽ നിന്നോ അല്ലെങ്കിൽ മനസ്സിലോ 12 തവണ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു അഫർമേഷൻ പറയുക. അതിനോടൊപ്പം ഞാൻ ദിവ്യമായ അത്ഭുതങ്ങളുമായി ചേർന്നിരിക്കുന്നു, ഐ ആം അലൈൻഡ് വിത്ത് ഡിവൈൻ മിറാക്കിൾസ് എന്ന് പറയുക. അതായത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനുള്ള അഫർമേഷൻ പറയുക. ഒപ്പം ഞാൻ ദിവ്യമായ അത്ഭുതങ്ങളുമായി ചേർന്നിരിക്കുന്നു, ഐ ആം അലൈൻഡ് വിത്ത് ഡിവൈൻ മിറക്കിൾ എന്ന് പറയുക. അതിനുശേഷം ഉച്ചയ്ക്ക് നിങ്ങൾ അതിനെ വിഷ്വലൈസ് ചെയ്യുക. അതായത് രാവിലെ നിങ്ങൾ അഫർമേഷൻ ഒക്കെ പറയുന്നു, കണ്ണാടിയിൽ നോക്കിയിട്ട് പറയാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് 12 ടൈംസ് ആ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ ചെയ്യാം. അതിനുശേഷം ഉച്ചയ്ക്ക് എന്ത് ചെയ്യണം? വീണ്ടും ആ ഒരു കാര്യം മനസ്സിൽ ഓർക്കുക. അതിനുശേഷം അതിനെ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു കാര്യം ഉടനടി കിട്ടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. അന്നേരം അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ആസ്വദിക്കുക. അപ്പൊ നമുക്കൊരു ചിരി വരാൻ ചാൻസ് ഉണ്ടല്ലോ. ആ ഒരു ചിരി നിങ്ങളുടെ മുഖത്ത് വിരിയട്ടെ. കാരണം നിങ്ങളുടെ വൈബ്രേഷൻ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ചിരിക്കുക. ആ ഒരു കാര്യം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഹാപ്പിനെസ് ഫീൽ ചെയ്യുക എന്നർത്ഥം. അതിനുശേഷം രാത്രി ആ ഒരു കാര്യം കിട്ടിയതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുക. നമുക്കത് കിട്ടിക്കഴിഞ്ഞു, പിന്നെ അതിനെക്കുറിച്ച് ആകുലതകളുടെ ആവശ്യമുണ്ടോ? രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഹൃദയത്തിൽ തൊട്ട് പ്രപഞ്ച ശക്തിയോട് പറയാ, താങ്ക് യു യൂണിവേഴ്സ്, ഐ ട്രസ്റ്റ് യു. നന്ദി ദൈവമേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, എനിക്കത് തന്നതിന് നന്ദി. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹത്തെ കുറിച്ചുള്ള ടെൻഷനോ വിഷമങ്ങളോ ഒന്നും അലട്ടാത്ത ഒരു മനസ്സോടുകൂടി അതിനെ യൂണിവേഴ്സിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വളരെ സമാധാനത്തോടുകൂടി നിങ്ങൾ ഉറങ്ങുക. ഈ ഘട്ടങ്ങൾ നമുക്ക് 21 ദിവസത്തേക്ക് ചെയ്യാം. ഈ 3 കാര്യങ്ങൾ. ഇതിനോടൊപ്പം നിങ്ങൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആ റിംഗ് ഫിംഗർ മെത്തേഡ് കൂടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ ലെവല് ഇരട്ടിയായിരിക്കും. ഈ മാനിഫെസ്റ്റേഷൻ യാത്രയിൽ പലരും വരുത്തുന്ന ചില തെറ്റുകളുണ്ട്. അവ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലരും ഇതിനെയൊക്കെ ഒരു രീതിയായിട്ട് മാത്രം കാണുക, അല്ലെങ്കിൽ ഒരു ട്രെൻഡോ ഒരു മെത്തേഡോ ഒക്കെ മാത്രമായിട്ട് കണ്ട് ചെയ്യുന്നതിനകത്തൊന്നും ഒരു ഫലവുമില്ല. ഇത് നമ്മൾ ഫീൽ ചെയ്യണം, ഒപ്പം വിശ്വസിക്കണം. നമ്മളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ ഫീൽ ചെയ്ത് അത് കിട്ടുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടുകൂടി നമ്മളുടെ ആഗ്രഹങ്ങളെ പൂർണ്ണമായും യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുക. അതായത്
ഇപ്പോൾ ഏത് മെത്തേഡിനാണെങ്കിലും അതിൻ്റെ ഒരു എനർജി ലെവലുണ്ട്. ഇപ്പോൾ 12 എന്നത് ഒരു ഹൈ എനർജി നമ്പറാണ്. അപ്പോൾ ആ എനർജി ലെവലുമായിട്ട് നിങ്ങളുടെ വൈബ്രേഷൻ മാച്ച് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു സംഖ്യയുടെ പവർ നിങ്ങളിലേക്ക് എത്തുക. അല്ലെങ്കിൽ ആ ഒരു നമ്പർ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക് നിങ്ങൾ ചെയ്തത് കൊണ്ടോ ഉള്ള ഒരു റിസൾട്ട് നിങ്ങളിൽ സംഭവിക്കുക. അത് പ്രത്യേകമായിട്ട് ഓർക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.